ഇന്ന് നമുക്ക് നല്ല ലോങ് ടൈൽ ആയിട്ടുള്ള ഒരു ഹെയർ ബോ ആണ് കേട്ടോ ചെയ്യുന്നത്. ഹെയർ ക്ലിപ്പ് ആണ് ഇത്. അപ്പൊ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആദ്യത്തെ 2-3 ബേസിക് സ്റ്റെപ്സ് പഠിച്ചാൽ തന്നെ ബാക്കിയൊക്കെ നമുക്ക് വളരെ സിമ്പിൾ ആണ്. അപ്പൊ വളരെ ഈസി ആയിട്ടുള്ള ഈ ഒരു ഹെയർ ക്ലിപ്പിന്റെ ബോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പൊ അതിന്റെ മുമ്പ് നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് ലൈക്കും കൂടി ഒന്ന് ചെയ്തേക്കണേ. അപ്പൊ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇനി വീഡിയോസ് ഇടാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ നമ്മളിതാ ഏറ്റവും ചെറിയ സൈസ് നീഡിലെടുത്താൽ മതി. ഞാനിവിടെ ഏകദേശം 2.5 mm ഒരു ക്രോഷറ്റ് നീഡിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഏകദേശം ഒരു 30 ഗ്രാമോളം വരുന്ന നൂലാണ് വേണ്ടത്. ക്രോഷറ്റ് യാണാണ് വേണ്ടത് കേട്ടോ. ഇതിപ്പോ ഞാൻ എടുത്തിട്ടുള്ളത് അക്രലിക് യാണാണ്. അപ്പൊ നമ്മളിതാ ആദ്യം തന്നെ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കാം. സ്ലിപ്പ് നോട്ട് എങ്ങനെ ഇടുന്നതെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. സിമ്പിൾ ആയിട്ടാണ് നമ്മൾ സ്ലിപ്പ് നോട്ട് ഇടുന്നത്. അപ്പൊ സ്ലിപ്പ് നോട്ട് കൂടെ നമ്മുടെ ക്രോഷറ്റിന്റെ നീഡിൽ ഇതാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏകദേശം 130 ചെയിൻസ് ഇട്ട് കൊടുക്കാം. കാരണം ലോങ് ടൈൽ ആയിട്ടാണല്ലോ നമ്മുടെ ഈ ഒരു ബോ ഹെയർ ക്ലിപ്പ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് നീളത്തിൽ വേണം. അതുകൊണ്ട് 130 ചെയിൻസ് ആദ്യം ഇട്ട് കൊടുക്കാം. അപ്പൊ അതാ നമ്മൾ 130 ചെയിൻസ് ഇട്ടിട്ട് എങ്ങനെ ഇത് ബാക്കിയുള്ളത് സ്റ്റെപ്സ് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു ക്രോഷറ്റിന്റെ എപ്പോഴും എല്ലാ പാറ്റേൺസിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യത്തെ ഒരു 2-3 സ്റ്റെപ്സ് ബേസിക് സ്റ്റെപ്സ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഒരേപോലെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പൊ അത് നമ്മൾ 130 ചെയിൻസ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് റൗണ്ടിലേക്ക് കടക്കാം. ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 130 ചെയിനിൽ ആദ്യത്തെ 2 ചെയിൻ സ്കിപ്പ് ചെയ്യാം. നമ്മുടെ ക്രോഷറ്റിന്റെ നീഡിൽ നിന്ന് തൊട്ടടുത്തുള്ള ഒന്നും പിന്നെ ഒന്നും അങ്ങനെ 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 3-ാമത്തെ ചെയിനും 4-ാമത്തെ ചെയിനും നമ്മൾ ഡിക്രീസ് ചെയ്യാൻ പോകണം. അപ്പൊ യാൺ ഓവർ ചെയ്തിട്ട് 3-ാമത്തെ ചെയിനിലൂടെ ഡബിൾ ക്രോഷ ഡിക്രീസ് ആണ്. അപ്പൊ 3-ാമത്തെ ചെയിനിലൂടെ ഇതാ ഇൻസേർട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ യാൺ ഓവർ ചെയ്യാതെ തന്നെ 4-ാമത്തെ ചെയിനിലും ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് യാൺ ഓവർ ചെയ്തിട്ട് ജസ്റ്റ് ആ 2 ലൂപ്പ് ഉണ്ടാവുമല്ലോ, ആ 2 ലൂപ്പിന്റെ ഉള്ളിൽ കൂടെ ഇതുപോലെ 2 ലൂപ്പ് വലിച്ചെടുക്കുക. അപ്പം നമ്മൾ നോർമലായിട്ട് 3 സ്റ്റിച്ചാണ് നമ്മുടെ ക്രോഷറ്റിന്റെ നീഡിൽ ഉണ്ടാവുക. അത് നമ്മൾ നോർമലായിട്ട് ഡബിൾ ക്രോഷ ചെയ്യണ പോലെ 2 സ്റ്റിച്ച് ഒന്നാക്കുക, 3 സ്റ്റിച്ച് രണ്ടാക്കുക, പിന്നെ നമ്മൾ ഒന്നാക്കുക. അങ്ങനെ ഡബിൾ ക്രോഷ ഡിക്രീസ് ആണ് ആദ്യം ചെയ്യുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത 2 ചെയിനിൽ ഓരോ ഡബിൾ ക്രോഷ വീതം ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ആദ്യത്തെ ഒരു ഡബിൾ ക്രോഷ, പിന്നെ അടുത്ത ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ. അങ്ങനെ ഡിക്രീസ് കഴിഞ്ഞിട്ടുള്ള അടുത്ത 2 ചെയിനിൽ ഓരോ ഡബിൾ ക്രോഷ വീതം ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ അത് 2-ാമത്തെ ഡബിൾ ക്രോഷ ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യാ പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നല്ല ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ ഡിക്രീസ് ചെയ്തു, പിന്നെ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ നമ്മൾ ഒരു ചെയിൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചെയിൻ ഇട്ട് കൊടുക്കുന്ന ഒരു വീഡിയോ പെട്ടെന്ന് മിസ്സായതാണേ. ഒരു ചെയിൻ ഇട്ട് കൊടുത്ത ശേഷം പിന്നെ ഒരു ചെയിന് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മൾ അടുത്ത ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ തൊട്ടടുത്ത ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ, പിന്നെ അതിന്റെ തൊട്ടടുത്ത ചെയിനിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഈ ഒരു 3 ഡബിൾ ക്രോഷ ഉണ്ടല്ലോ, 3 ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ വീതം, അങ്ങനെ 3 ഡബിൾ ക്രോഷയും പിന്നെ ഒരു ചെയിനും. ഈ ഒരു രീതിക്കാണ് നമ്മൾ ലാസ്റ്റ് ഈ ഒരു ചെയിൻസ് മൊത്തം ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. ലാസ്റ്റത്തെ ആ ഒരു 3 സെറ്റ്, അതായത് ലാസ്റ്റ് നമ്മൾ ഡിക്രീസ് ചെയ്തല്ലോ അവിടെ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ചെയിന് സ്കിപ്പ് ചെയ്തിട്ട് വേണം പിന്നെ 3 ഡബിൾ ക്രോഷ ഒരു ചെയിന് എന്നുള്ള രീതിയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ഒരു ചെയിന് സ്കിപ്പ് ചെയ്ത ശേഷം നമ്മൾ ഒരു ഡബിൾ ക്രോഷ, പിന്നെ അടുത്ത ചെയിനിൽ ഇതാ ഒരു ഡബിൾ ക്രോഷ, പിന്നെ അടുത്ത ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ, എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മൾ ആദ്യം ചെയ്തത് ഡിക്രീസ് ആണ്. നമ്മുടെ 130 ചെയിനിൽ
രണ്ട് ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തെ ചെയിനും നാലാമത്തെ ചെയിനും കൂടിയിട്ട് നമ്മൾ ഡബിൾ ക്രോഷ്യ ഡിക്രീസ് ചെയ്തു. അതിനുശേഷം നമ്മൾ അടുത്ത രണ്ട് ചെയിനിൽ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒരു ചെയിൻ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഒരു ചെയിന് സ്കിപ്പ് ചെയ്തു. ഒരു ചെയിന് സ്കിപ്പ് ചെയ്ത ശേഷം പിന്നെ അടുത്ത മൂന്ന് ചെയിനിലായിട്ട് ഓരോ ഡബിൾ ക്രോഷ്യ വീതം ഇട്ട് കൊടുത്തിട്ട് ഒരു ചെയിൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് അടുത്ത ചെയിന് സ്കിപ്പ് ചെയ്യുക, പിന്നെ മൂന്ന് ഡബിൾ ക്രോഷ്യ ഒരു ചെയിന്, പിന്നെ ഒരു ചെയിന് സ്കിപ്പ് ചെയ്യുക, മൂന്ന് ഡബിൾ ക്രോഷ്യ ഒരു ചെയിന്. ഇങ്ങനെ നമ്മളിതാ എല്ലാ ചെയിൻസിലും ആ ഒരു രീതിക്ക് ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് പോയിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഡിക്രീസ് ചെയ്തല്ലോ, അതാണ് നമ്മൾ ഈ ലാസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതായത് മൂന്ന് ഡബിൾ ക്രോഷ്യ ഒരു ചെയിൻ ഇട്ട ശേഷം ഒരു ചെയിന് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി നമുക്ക് മൂന്നെണ്ണം ബാലൻസ് ഉണ്ടാവും ചെയിന്. അവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ആദ്യം ചെയ്ത പോലെ തന്നെ ഇവിടെ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. ബാക്കി നമുക്ക് വരുന്ന അടുത്ത രണ്ട് ചെയിന് നമ്മൾ എന്ത് ചെയ്യുക, ഡബിൾ ക്രോഷ്യ ഡിക്രീസ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ യാൺ ഓവർ ചെയ്യുക, ഉള്ളിലൂടെ രണ്ട് ചെയിൻസിന്റെ ഉള്ളിലൂടെ വലിച്ചെടുത്തിട്ട് ആദ്യത്തെ രണ്ട് ചെയിൻസ് നമ്മൾ പുള്ളി ചെയ്ത് ഉള്ളിലേക്ക് വലിക്കുക. അപ്പൊ മൂന്ന് ചെയിൻ ഉണ്ടാവും നമ്മുടെ ക്രോഷ്യറ്റ് നീഡില്. ഇനി എന്നിട്ട് ആ മൂന്നെണ്ണത്തിന് നമ്മൾ ഡബിൾ ക്രോഷ്യ, നോർമൽ ഡബിൾ ക്രോഷ്യ ചെയ്യണ പോലെ ചെയ്യാം. അപ്പൊ ഇതാ നമ്മൾ ആദ്യം ചെയ്ത പോലെ ഒരു ഡിക്രീസ് ഇവിടെയും കൂടി റിപ്പീറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പൊ ആ ഒരു ഡിക്രീസ് നമ്മൾ കറക്റ്റ് ഫോളോ ചെയ്യുക. ഇനി രണ്ടാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യണത് രണ്ട് ചെയിൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് ടേൺ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ രണ്ടാമത്തെ റൗണ്ട് നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഹോൾ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഒരു ചെയിൻ ഇട്ട് കൊടുത്ത ഈ ഒരു ഹോൾ അത് നമ്മൾ സ്കിപ്പ് ചെയ്യണം. എന്നിട്ട് രണ്ടാമത്തെ ഹോള് നമുക്ക് കാണാൻ പറ്റും, കണ്ടില്ലേ, അവിടെ നമ്മൾ എന്ത് ചെയ്യുക, മൂന്ന് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കാൻ പോവുകയാണേ. അപ്പൊ ആദ്യത്തെ ഹോള് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ ഹോളിൽ നമ്മൾ എന്ത് ചെയ്യുക, മൂന്ന് ഡബിൾ ക്രോഷ്യറ്റ്, 1 2 3, എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക. മൂന്ന് ഡബിൾ ക്രോഷ്യറ്റും ഒരു ചെയിൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഹോള് ഈ ഒരു ചെയിൻ ഇട്ട് കൊടുത്ത ആ ഒരു ഹോളാണ്. ആ സ്പേസിൽ നമ്മൾ എന്ത് ചെയ്യുക, മൂന്ന് ഡബിൾ ക്രോഷ്യറ്റ് ഒരു ചെയിൻ എന്നുള്ള രീതിക്ക് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ നമ്മൾ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രണ്ട് ചെയിൻ ഇട്ട് കൊടുത്ത് ടേൺ ചെയ്തു. എന്നിട്ട് ആദ്യത്തെ ഹോൾ സ്കിപ്പ് ചെയ്ത ശേഷം അടുത്ത ഹോളിൽ എന്ത് ചെയ്യുക, മൂന്ന് ഡബിൾ ക്രോഷ്യറ്റ് ഒരു ചെയിന്, പിന്നെ അടുത്ത ഹോളിൽ മൂന്ന് ഡബിൾ ക്രോഷ്യറ്റ് ഒരു ചെയിൻ എന്നുള്ള രീതിയിൽ വേണം നമുക്ക് ഈ റൗണ്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ രണ്ടാമത്തെ റൗണ്ട് പറയണത് ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ. ആദ്യത്തെ ആ ഒരു യാൺ ഓവർ ചെയ്ത് ഡിക്രീസ് ചെയ്യണത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയേ. അപ്പൊ രണ്ടാമത്തെ റൗണ്ട് നമ്മൾ ഏകദേശം അതേപോലെ തന്നെ മൂന്ന് ഡബിൾ ക്രോഷ്യറ്റ് ഒരു ചെയിൻ എന്നുള്ള രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ റൗണ്ടിന്റെ എൻഡ് പോർഷനിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വിചാരിച്ചാല്, നമ്മൾ ആദ്യം ഒരു ഹോള് സ്കിപ്പ് ചെയ്തല്ലോ, അതുപോലെ തന്നെ അവിടെ ഒരു ഹോള് സ്കിപ്പ് ചെയ്തിട്ട് ആദ്യം ഇട്ട് കൊടുത്ത ആ ഒരു ചെയിൻസ് ഉണ്ടാവില്ലേ, രണ്ട് ചെയിന്, അതായത് ആദ്യം ഉള്ള ആ ഒരു പോർഷൻ, ഡിഗ്രീസ് ചെയ്ത പോർഷന്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഡബിൾ ക്രോഷ്യറ്റ് അല്ല, സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. അതാ ഇതുപോലെ ഇങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഡബിൾ ക്രോഷ്യ അല്ല, സ്ലിപ്പ് സ്റ്റിച്ച് ആണ്. അപ്പൊ തന്നെയാണ് നമ്മുടെ ആ ഒരു ബോന്റെ എൻഡ് പോർഷന് ഒന്നിങ്ങനെ കേവ് ആയിട്ട് വരുള്ളൂ. അപ്പൊ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എവിടെയാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഡിക്രീസ് ചെയ്തല്ലോ ആ ഒരു പോർഷന്റെ മുകളിലത്തെ ചെയിനിലാണ് നമ്മൾ ഡിക്രീസ് ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ റൗണ്ടും നമ്മൾ പറഞ്ഞ പോലെ തന്നെ രണ്ട് ചെയിൻ ഇട്ട് കൊടുത്ത് ടേൺ ചെയ്ത ശേഷം ആദ്യത്തെ ഹോൾ സ്കിപ്പ് ചെയ്ത് അടുത്ത ഹോളിൽ എന്ത് ചെയ്യുക, മൂന്ന് ഡബിൾ ക്രോഷ്യറ്റ് ഒരു ചെയിൻ എന്നുള്ള രീതിക്ക് നമ്മൾ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തിട്ട് തന്നെയാണ് വരിക. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ലാസ്റ്റത്തെ സ്പേസിൽ ഇതുപോലെ നമ്മൾ രണ്ട് ചെയിൻ ഇട്ട് കൊടുത്തല്ലോ, ആ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്ത അതേ ഭാഗത്ത് തന്നെ ആ ഒരു ഹോൾ ആയിട്ടാണ് വരിക, അവിടെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കും. അപ്പൊ മൂന്നാമത്തെ റൗണ്ടിന്റെ എൻഡ് പോർഷനും കൂടി ഞാൻ കാണിച്ചു തരാം. ബാക്കിയൊക്കെ അതേ തന്നെയാണ്. രണ്ട് ചെയിൻ എടുത്ത് ടേൺ ചെയ്ത ശേഷം ആദ്യത്തെ ഹോള് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ഹോളിൽ മൂന്ന് ഡബിൾ ക്രോഷ്യറ്റ് ഒരു ചെയിൻ എന്നുള്ള രീതിയിൽ അങ്ങനെ നമ്മളിതാ മൂന്നാമത്തെ റൗണ്ടിന്റെ എൻഡ് ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്തെടുത്ത ആ ഒരു ഹോൾ ഉണ്ടല്ലോ, ആ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക, സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ആ ഒരു ബോ കണ്ടില്ലേ, കറക്റ്റ് കർവ് ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് ചെയിൻ ഇട്ട് കൊടുക്കുക, അതിനുശേഷം ടേൺ ചെയ്യുക,
നമ്മൾ 4 റൗണ്ടാണ് ഇത് ചെയ്തെടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ ടെയിൽ കുറച്ചും കൂടി വീതി കൂട്ടണം, അല്ലെങ്കിൽ കുറച്ചും കൂടി നീളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയിൻസ് കുറച്ചും കൂടി നീളം ഇതിൽ ചെയ്തെടുത്താൽ മതി. കുറച്ചും കൂടി വീതി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 6 റൗണ്ട് വരെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ 4 റൗണ്ടിൽ നിർത്തുകയാണേ. അപ്പോൾ ഈ 4ാമത്തെ റൗണ്ടും നമ്മൾ പറഞ്ഞ പോലെ ആദ്യത്തെ 2 ചെയിൻ ഇട്ട് കൊടുത്ത് ടേൺ ചെയ്ത ശേഷം ആദ്യത്തെ ഹോൾ സ്കിപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, 3 ഡബിൾ ക്രോഷിറ്റ് 1 ചെയിൻ എന്നുള്ള രീതിക്ക് തന്നെ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ 4 റൗണ്ടും കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ 4ാമത്തെ റൗണ്ടിന്റെ എൻഡ് പോർഷനിലും ഞാൻ എങ്ങനെയാണ് ഇത് ലാസ്റ്റ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ഞാൻ കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ബാക്കിയൊക്കെ ഒരേ രീതിക്ക് തന്നെയാണ്, 3 ഡബിൾ ക്രോഷിറ്റ് 1 ചെയിൻ എന്നുള്ള രീതിയിൽ നമ്മളിതാ ഈ ഒരു റൗണ്ടും കൂടി കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ലാസ്റ്റ് 4th റൗണ്ടിൽ എൻഡ് പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞാൽ ഈ ഒരു എൻഡ് പോർഷനിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തല്ലോ, ആ ഒരു പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇതുപോലെ, അതായത് സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞാല് ഡിഗ്രീസ് ചെയ്ത ആ ഒരു ചെയിൻസിന്റെ മുകളിലായിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. 2ാമത്തെ റൗണ്ടിൽ അല്ല സോറി 3ാമത്തെ റൗണ്ടിൽ നമ്മൾ ആ ഒരു ഹോളിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. 4ാമത്തെ റൗണ്ടിൽ എന്ത് ചെയ്യുക പറഞ്ഞാല് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്ത ആ ഒരു ചെയിനിന്റെ മുകളിൽ ഒന്നും കൂടി സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് 1 ചെയിൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു ത്രെഡ് ഉണ്ടല്ലോ യാണ്, അതൊന്ന് കട്ട് ചെയ്തിട്ട് 1 ചെയിൻ ഇട്ട് കൊടുക്കുന്നത് ഒന്നും കൂടി സെക്യൂർ ആയിട്ട് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ കുറച്ച് ടെയിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വലിച്ചെടുക്കണേ ആ നൂല്. അപ്പൊ നമ്മുടെ ക്രോഷറ്റിന്റെ ബോന്റെ ടെയിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ബോം കൂടി ഉണ്ടാക്കി എടുക്കാണ്ട്, അതും ഇതേ രീതിക്ക് തന്നെയാണ്, വളരെ സിമ്പിൾ ആണ് കേട്ടോ. വെറും ഒരു 10-15 മിനിറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ബാക്കിയുള്ള ആ നൂലുണ്ടല്ലോ അത് നമുക്ക് ഒന്നില്ലെങ്കിൽ സൂചിയിൽ കോർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തുന്നിയെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്രോഷറ്റിന്റെ നീഡിലെ ബാക്ക് ഭാഗത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കുകയാണ് നൂല്. ഇത് അതുപോലെ ഇങ്ങനെ ഉള്ളിലേക്ക് വലിച്ചിട്ടിട്ട് ആ നൂല് ഉള്ളിലൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് കാണാത്ത രീതിയിൽ വേണം ഹൈഡ് ചെയ്തിട്ട് ഇതൊന്ന് സെക്യൂർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇത് നിങ്ങൾ എന്തായാലും ചെയ്തിരിക്കണം, ചെയ്യാണ്ട് പറ്റില്ല. ആ ലോങ് ടൈൽ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നൂല് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് അങ്ങനെ വെക്കാൻ പാടില്ല. കുറച്ച് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഹൈഡ് ചെയ്ത് ബാക്കിലേക്ക് ആക്കിയിട്ട് വെക്കണം കേട്ടോ. കാരണം പെട്ടെന്ന് ആ നൂല് നമ്മുടെ ആ ഒരു സ്റ്റിച്ചൊക്കെ വിട്ടു പോകാൻ ചാൻസ് ഉള്ളത് കൊണ്ടതാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇതിപ്പോ നിങ്ങൾക്ക് സൂചിയിൽ നമ്മുടെ ഈ ഒരു നൂലൊക്കെ കോർത്തിട്ട് അങ്ങനെയും ചെയ്യാം. പക്ഷെ ഞാനിത് അതുപോലെ ക്രോഷറ്റിന്റെ നീഡിൽ തന്നെ വെച്ച് ബാക്ക് ഭാഗത്തൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് എക്സ്ട്രാ ഉള്ള നൂല് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ബോന്റെ ആ ഒരു ടെയിൽ ഭാഗം എന്ന് പറഞ്ഞത്. അത് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള ആ നൂലൊക്കെ നമ്മൾ ഹൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതാ നമ്മുടെ ലോങ് ആയിട്ടുള്ള ആ ടെയിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ആ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ തുടങ്ങുമ്പോൾ കുറച്ച് നൂലുണ്ടാവല്ലോ, അതും ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കണേ. അങ്ങനെയെല്ലാം ഹൈഡ് ചെയ്ത് ബാക്ക് ഭാഗത്തായിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നന്നായിട്ട് സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാനും ഭംഗിയാണ്. അതുപോലെ നന്നായിട്ടൊന്ന് ടൈറ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ. അപ്പൊ അതാ ലോങ് ടൈൽ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാക്കി ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ബോ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതും ഇതേപോലെ തന്നെയാണ് കേട്ടോ, ഇതേ സ്റ്റിച്ച് തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. പക്ഷെ അതിൽ കുറച്ചൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ക്രോഷറ്റിന്റെ ഏത് പാറ്റേണും നമ്മൾ ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ ആദ്യത്തെ 2-3 ബേസിക് സ്റ്റെപ്സ് നല്ല തറവായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഒരേപോലെ തന്നെ ആയിരിക്കും. പിന്നെ നമ്മൾ അതൊന്ന് 2-3 പ്രാവശ്യം അതേ പാറ്റേൺ തന്നെ കുറെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു പാറ്റേൺ പിന്നെ മറക്കില്ല കേട്ടോ. അപ്പൊ ബോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബോന് വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം 60 ചെയിൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ലോങ് ടെയിലിന് വേണ്ടിയിട്ട് 130 ചെയിൻ ആയിരുന്നു, ബോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ 60 ചെയിനാണ് കേട്ടോ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ദാ 60 ചെയിന് ചെയ്തെടുക്കാം. ഏകദേശം 60 ചെയിൻ ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ആദ്യത്തെ 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് 3ാമത്തെ ചെയിനിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡബിൾ ക്രോഷേ, പിന്നെ 3 ഡബിൾ ക്രോഷേ ആണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പൊ അടുത്ത ചെയിനിൽ ഒരു ഡബിൾ ക്രോഷേ, അതിന്റെ അടുത്ത ചെയിനിൽ ഒരു ഡബിൾ ക്രോഷേ, അങ്ങനെ. അപ്പൊ ആദ്യത്തെ 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 3ാമത്തെ ചെയിനിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. പിന്നെ
അതിന്റെ അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ എന്ത് ചെയ്യുക, ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. പിന്നെ ഒരു ഡബിൾ ക്രോഷ്യം കൂടി അടുത്ത ചെയിനിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക. ഒരു ചെയിൻ സ്കിപ്പ് ചെയ്ത ശേഷം അടുത്ത ചെയിനിൽ എന്ത് ചെയ്യുക, ഒരു ഡബിൾ ക്രോഷ്യ, പിന്നെ ഒരു ഡബിൾ ക്രോഷ്യ, പിന്നെ ഒരു ഡബിൾ ക്രോഷ്യ, പിന്നെ ഒരു ചെയിൻ. അപ്പൊ നമ്മുടെ ടെയിലിന് ചെയ്തെടുത്ത അതേ രീതിക്ക് തന്നെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ഒരു ചെയിൻ എന്നുള്ള രീതിക്കും, അതേപോലെ ആദ്യം ഡിഗ്രീസ് ചെയ്യാണ്ട് തന്നെയാണ് നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കാൻ പോകുന്നത്. ടെയിലിന് നമ്മൾ ഡിഗ്രീസ് ചെയ്തു, പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, 3 ഡബിൾ ക്രോഷ്യ ഒരു ചെയിൻ എന്നുള്ള രീതിക്ക് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ആദ്യം 3 ഡബിൾ ക്രോഷ്യ ഒരു ചെയിന്, പിന്നെ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തു, പിന്നെ നമ്മൾ 3 ചെയിനിലായിട്ട് ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക. ഇനി ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് അടുത്ത ചെയിനിൽ എന്ത് ചെയ്യുക, ഒരു ഡബിൾ ക്രോഷ്യ, ഇനി ഒരു ഡബിൾ ക്രോഷ്യ, അങ്ങനെ ഈ ഒരു റൗണ്ട് നമ്മൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇപ്പൊ ബോന്റെ ഫസ്റ്റ് റൗണ്ട് ഈ ഒരു രീതിക്കാണ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഇടയിൽ ഒരു ചെയിൻ ഇടാൻ മറക്കരുത്, അതുപോലെ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. 3 ഡബിൾ ക്രോഷ്യ കഴിഞ്ഞ് ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക, പിന്നെ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു രീതിക്ക് നമ്മൾ എൻഡ് പോർഷനിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം കേട്ടോ. നമ്മുടെ ഈ ഒരു ക്രോഷ്യറ്റിന്റെ വീഡിയോസ് കുറച്ച് ലോങ് ആയി പോണത്, ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു സ്റ്റെപ്പ് മിസ്സായി കഴിഞ്ഞാൽ അതിന്റെ പാറ്റേൺ തന്നെ ചേഞ്ച് ആയി പോകട്ടെ. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് ആയിട്ട് ആദ്യത്തെ 2-3 ഭാഗം തന്നെ കാണിക്കുന്നുള്ളൂ, പക്ഷെ എന്നാലും ആ പാറ്റേൺ മിസ്സാവാത്ത രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത് അവസാനം നമ്മൾ 3 ഡബിൾ ക്രോഷ്യറ്റും ഒരു ചെയിനും പിന്നെ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്ത ശേഷം ബാക്കിയുള്ള 2 ചെയിനിലായിട്ട് നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് 2 ചെയിൻ ഇട്ട് കൊടുത്തിട്ട് ടേൺ ചെയ്യുക. അപ്പൊ അടുത്ത പാറ്റേണിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ഫസ്റ്റ് ഹോളിൽ തന്നെ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ഒരു ചെയിൻ എന്നുള്ള രീതിക്ക് ചെയ്തെടുത്തിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 5 റൗണ്ടോളം ഇതേ രീതിക്ക് തന്നെയാണ് ചെയ്യുന്നത്. 2 ചെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ടേൺ ചെയ്യുന്നത് നെക്സ്റ്റ് റൗണ്ട്. എന്നിട്ട് അടുത്ത ഹോളില് ഫസ്റ്റത്തെ ഹോളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, 3 ഡബിൾ ക്രോഷ്യ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക, ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടുത്ത ഹോളിൽ 3 ഡബിൾ ക്രോഷ്യ പിന്നെ ഒരു ചെയിന്, പിന്നെ അടുത്ത ഹോളിൽ, അങ്ങനെ ഈ ഒരു റൗണ്ടും അതുപോലെ കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യാം, നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുത്ത ആ ഒരു ചെയിന് ഉണ്ടല്ലോ, അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. രണ്ടാമത്തെ റൗണ്ട് മുതൽ അങ്ങനെയാണ് കേട്ടോ വരിക. ഫസ്റ്റത്തെ ആ ഒരു ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. എന്നിട്ട് അടുത്ത 2 റൗണ്ടും 3 റൗണ്ടും ഒരേപോലെ തന്നെയാണ്. 3 ഡബിൾ ക്രോഷ്യ ഒരു ചെയിൻ, റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 2 ചെയിൻ ഇട്ടിട്ട് ടേൺ ചെയ്യുക. എന്നിട്ട് ഫസ്റ്റത്തെ ഹോളിൽ തന്നെ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ഒരു ചെയിൻ എന്നുള്ള രീതിക്ക് തന്നെ എല്ലാ ഭാഗത്തും ചെയ്തെടുക്കുക. അപ്പൊ എല്ലാ ഹോളിലും 3 ഡബിൾ ക്രോഷ്യ ഒരു ചെയിൻ. അവസാനം മാത്രം എന്ത് ചെയ്യുക, നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അവസാനത്തെ ആ ഒരു സ്റ്റെപ്പ് മാത്രം നിങ്ങളൊന്ന് നോക്കിയാൽ മതി കേട്ടോ. ബാക്കിയൊക്കെ ഒരേപോലെ തന്നെയാണ്. അങ്ങനെ നമ്മൾ ഇതിപ്പോ 3 റൗണ്ടിന്റെ ഭാഗമാണ് കാണിക്കുന്നത്. ഇനിയിപ്പോ 4ഉം 5ഉം ഒക്കെ ഒരേപോലെ തന്നെയാണ് കേട്ടോ. അപ്പൊ 5 റൗണ്ടെങ്കിലും നമ്മൾ ചെയ്താൽ നമ്മുടെ ബോയ്ക്ക് കുറച്ചൊന്നൊരു വീതി ഉണ്ടാവുള്ളേ. നമ്മുടെ ആ ഒരു ബോന്റെ എൻഡ് പോർഷൻ കുറച്ചൊന്ന് കേർവ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യുക, രണ്ടാമത്തെ റൗണ്ടിൽ ഒന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 ചെയിൻ ഇട്ട് കൊടുക്കുക, ടേൺ ചെയ്യുക. എന്നിട്ട് ആ ഫസ്റ്റത്തെ ഹോളിൽ 3 ഡബിൾ ക്രോഷ്യ ഒരു ചെയിൻ എന്നുള്ള രീതിക്ക് തന്നെ ചെയ്തെടുക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ്സിലൂടെ അറിയിച്ചാൽ മതി കേട്ടോ. ഞാനതൊന്ന് ക്ലിയർ ചെയ്ത് തരാം. കണ്ടിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതിയേ. അപ്പൊ ഈ ഒരു രീതിക്ക് നമ്മൾ 3 റൗണ്ടാണ് കേട്ടോ അപ്പൊ അതാ എത്തിയിട്ടുള്ളത്. ഇനി 4ഉം 5ഉം ഇതേ രീതിക്ക് തന്നെ ചെയ്യാം. അപ്പൊ കേവ് വരണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. പക്ഷെ ഈ ഒരു ബോയ്ക്ക് നമ്മൾ കേവ് വരുത്തുന്നില്ല, കാരണം ഈ ഒരു 2 ഭാഗം കൂടി നമ്മൾ എൻഡ് പോർഷൻ ഒന്ന് തുന്നി കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു സെന്റർ പോർഷന് കേവ് ഒന്നും അറിയില്ല, ജസ്റ്റ് ചെറിയൊരു കേവ് ആയിട്ട് നിൽക്കുള്ളൂ കേട്ടോ. അപ്പൊ അതാ 5 റൗണ്ട് ആയിട്ടുണ്ട്. നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നൂല് ഭാഗം എന്ത് ചെയ്യുക, കുറച്ച് ലോങ് ആയിട്ട് കട്ട് ചെയ്യുക.
ചെറുതാക്കി കട്ട് ചെയ്യരുത്, കുറച്ച് ലോങ് ആയിട്ട് കട്ട് ചെയ്യുക. ഈ ഒരു ഭാഗത്താണ് നമ്മൾ സെൻട്രൽ പോർഷനിൽ ആ ഒരു ബോക്ക് സെൻറ്ററിൽ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെയിൻ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ നൂലൊന്ന് വലിച്ചെടുത്തത്. ഇനി ആ എൻഡ് പോർഷനിൽ എന്ത് ചെയ്യുക, നമുക്കൊന്ന് തുന്നി കൊടുക്കാണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്ന് സൂചിയിലൊന്ന് നമ്മുടെ നൂലൊന്ന് കോർക്കുക. ഇനി എന്ത് ചെയ്യുക പറഞ്ഞാൽ ഈ രണ്ട് അറ്റുണ്ടല്ലോ അത് നമ്മൾ ഇതാ ഒന്നാക്കിയിട്ട് ഇതുപോലെ, എന്നിട്ട് ഈ രണ്ട് പോർഷനിലും നമ്മളൊന്ന് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ജസ്റ്റ് ആ ഒരു അറ്റം ഭാഗത്തുള്ള ചെയിൻസ് നമ്മൾ ഒന്ന് രണ്ടും കൂടി ഒരേ രീതിയിൽ ഒന്ന് ഒന്നിപ്പിക്കുകയാണ്. ഫസ്റ്റത്തെ ചെയിനിൽ ബാക്ക് ലൂപ്പും ബാക്കത്തെ ആ ഒരു പോർഷനിലത്തെ ഫ്രണ്ട് ലൂപ്പും കൂടി അങ്ങനെ തുന്നി കൊടുത്ത് യോജിപ്പിക്കുകയാണ്. അപ്പൊ ഇതിങ്ങനെ തുന്നിയാലും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം എന്താന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം നമ്മൾ ഹൈഡ് ചെയ്യാൻ പോകുന്നുണ്ട് നൂല് വെച്ചിട്ട്. അപ്പൊ നിങ്ങൾക്ക് ബാക്ക് ലൂപ്പും ഫ്രണ്ട് ലൂപ്പും ഒക്കെ മാറിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഈ ഒരു ഭാഗം നമുക്ക് അധികം കാണില്ല, വിസിബിൾ അല്ല നമ്മുടെ ഈ ഒരു ബോല്. ഇതാണ് നമ്മളൊരു ബോ ആക്കി മാറ്റാൻ പോകുന്നത്. അപ്പൊ ഇതാ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്തിട്ട് നമ്മൾ ആ രണ്ട് ഭാഗവും ഒന്ന് തുന്നി ചേർക്കുന്നുണ്ട്. ബാക്കിയും കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ട് വരാം കേട്ടോ. നമ്മൾ ഫുള്ളായിട്ട് കാണിക്കാൻ നിന്നാൽ ഒരുപാട് ലോങ് വീഡിയോ ആയി പോവും. അപ്പൊ ഇതാ തുന്നി യോജിപ്പിച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ആ ഒരു കേവ് ഭാഗമാണ് കേട്ടോ, ചെറുതായിട്ടൊരു കേവ് വരും, ആ ഭാഗമാണ്. അതേപോലെ ഞാൻ പറഞ്ഞില്ലേ, ആ തുന്നി കൊടുക്കണ ഭാഗത്താണ് നമ്മൾ ഈ ഒരു നൂല് വെച്ച് ഹൈഡ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ബോന്റെ ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ബാക്കിയുള്ള നൂലുണ്ടല്ലോ അത് നമ്മൾ ഈ ഒരു സെന്റർ പോർഷനിൽ വരുന്ന രീതിക്ക് ബോന്റെ ഷേപ്പിലാക്കി കൈ വെച്ച ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് അവിടെ ഒന്ന് ആ ഒരു തുന്നിയ ഭാഗം ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആ ബോന്റെ ഷേപ്പ് കറക്റ്റ് ആയിട്ട് വരുന്ന പോലെ ഇത് അതുപോലെ നൂല് വെച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണേ. അപ്പൊ ഒരുപാട് ഫുള്ളായിട്ട് ചുറ്റാൻ പാടില്ല. ഇനി ബാക്കി നമ്മൾ ആ ഒരു ലോങ് ടൈലിൽ വെച്ചിട്ടും നമ്മളൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒരു ഏകദേശം ഒരു 6-7 റൗണ്ട് നമ്മൾ ഇതൊന്ന് ചുറ്റിയെടുത്ത ശേഷം ഇനി എന്ത് ചെയ്യുക, നമ്മുടെ ആ ഒരു ലോങ് ടൈൽ ഉണ്ടല്ലോ അതും കൂടി ഇതിന്റെ കൂടെ യോജിപ്പിച്ചിട്ട് നമ്മളൊന്ന് ചുറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ ഇതുപോലെ ഇങ്ങനെ കുറച്ച് ലോങ് ആയിട്ട് തന്നെ നമ്മുടെ ആ ഒരു നൂല് കട്ട് ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് തുന്നി കൊടുക്കാനും അതുപോലെ തന്നെ ബാക്കിയുള്ള ഭാഗം ഇതുപോലെ ഇങ്ങനെ ചുറ്റിയെടുക്കാനും വേണം. അപ്പൊ അതായത് നമ്മുടെ ടൈൽ എന്ത് ചെയ്യുക, അത് ഇതുപോലെ ഒരു ഷേപ്പിൽ വെച്ച് കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ? ഇങ്ങനെ കേവല്ല, ഈ ഒരു ഷേപ്പില് നമ്മുടെ ആ ഫ്രണ്ട് ഭാഗം ഇതങ്ങനെ വെച്ചിട്ട് ആ ഒരു മുകൾ ഭാഗത്തായിട്ട് നമ്മുടെ ആ ഒരു ബോ വെച്ച് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ലോങ് ടൈലും കൂടി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഒന്ന് ചുറ്റിയെടുക്കുകയാണ്. ഈ ഒരു ബോന്റെ കൂടെ തന്നെ വെച്ചിട്ട് ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാക്കി വെക്കുക. അതിനുശേഷം ഇതിന്റെ മുകളിലായിട്ട് നമ്മുടെ ബോ വെച്ചിട്ട് കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ടൈലും കൂടി ഒന്ന് വരുന്ന രീതിക്ക് ഒന്ന് ചുറ്റിയെടുക്കാൻ പോവാണ് കേട്ടോ. രണ്ടും ഒരേ രീതിക്ക് നമ്മുടെ ടൈല് കറക്റ്റ് ആയിട്ടുണ്ടോ, രണ്ടും ഒരേ സൈസിലാണോ താഴത്ത് തൂങ്ങി നിൽക്കുന്നത് എന്ന് നോക്കുക. എന്നിട്ട് ഈ ഒരു ബോ വെച്ച് കൊടുത്ത ശേഷം എന്ത് ചെയ്യുക, നമുക്കിതാ ഈ ഒരു രീതിക്ക് ബാക്ക് ലൂപ്പിലോടെ ഇങ്ങനെ ഈ ഒരു ബാക്ക് ഭാഗത്തായിട്ട് വെച്ചിട്ട് നമ്മുടെ നൂല് അങ്ങനെ ചുറ്റിയെടുക്കാൻ പോവാണ് കേട്ടോ. ഇങ്ങനെ ഇതുപോലെ ചുറ്റിയെടുക്കുകയാണ്. ജസ്റ്റ് നമ്മൾ പിടിക്കണത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുക. കണ്ടില്ലേ? ബാക്ക് ഭാഗം ഇങ്ങനെ ഉണ്ടാവുക, എന്നിട്ട് ഒന്ന് ചുറ്റിയെടുക്കുക. ഒക്കെ നമ്മുടെ ഒരു കഴിവുണ്ടാവുമല്ലോ, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ ബാക്ക് ഭാഗം നിൽക്കുക എന്നുള്ളത്. ജസ്റ്റ് നമ്മൾ അതൊരു മൈൻഡിൽ ഉണ്ടായാൽ മതിയേ, ബാക്കിയൊക്കെ നമുക്ക് ചെയ്യാൻ എളുപ്പം തന്നെയാണ്. അപ്പൊ അതാ ബാക്ക് ഭാഗം എങ്ങനെ ഉണ്ടാവുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് പോർഷൻ കറക്റ്റ് ആയിട്ട് നിൽക്കണം, ബോ ഒക്കെ കറക്റ്റ് ആയിട്ട് നിൽക്കണം, അതുപോലെ ടൈലും അതുപോലെ കറക്റ്റ് ആയിട്ട് നിൽക്കണം. കണ്ടില്ലേ? ഇങ്ങനെ. അപ്പൊ നമ്മൾ നല്ല ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള നൂലുണ്ടല്ലോ, നമ്മൾ സൂചി അതിൽ നിന്ന് എടുത്തിട്ടില്ല, അത് വെച്ചിട്ട് ഈ ബാക്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് തുന്നി യോജിപ്പിച്ച് അവിടെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ആ നൂല് പെട്ടെന്ന് കട്ട് ചെയ്ത് വരും കേട്ടോ. അപ്പൊ അതുപോലെ സെക്യൂർ ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ടൈലും ബോവും കൂടിയിട്ട് നന്നായിട്ടൊന്ന്
തുന്നി അവിടെ യോജിപ്പിച്ചെടുക്കണം കേട്ടോ. ജസ്റ്റ് ഇതുപോലെ ആ ഒരു ടൈലില് വരുന്ന രീതിക്കും അതുപോലെ തന്നെ ബോല് വരുന്ന രീതിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇതതുപോലെ ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് ഒന്ന് തുന്നിയെടുക്കാൻ പോവാണ്. അല്ലാന്നുണ്ടെങ്കിൽ ടൈലും ബോയും വേറെ ആയിട്ട് നിൽക്കുകയും ചെയ്യും, പെട്ടെന്ന് അത് അഴിഞ്ഞു വരാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ രണ്ടും കൂടി ഒപ്പം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് തുന്നി യോജിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതില് ക്ലിപ്പ് യൂസ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ ഫെവിസ്റ്റിക്കോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ആ ഒരു ക്ലിപ്പ് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. പക്ഷെ ഞാനിവിടെ ആ ബാക്കിൽ നമ്മൾ ആ ഒരു ചുറ്റിച്ചെടുത്തല്ലോ നൂല്, അതിന്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് നമ്മുടെ ആ ഒരു ക്ലിപ്പ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ക്ലിപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതാ നമ്മൾ തുന്നി യോജിപ്പിച്ച് ബാക്കിയുള്ള നൂല് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതാ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിതില് ഗമ്മൊന്നും യൂസ് ചെയ്യുന്നില്ല. ഗ്ലൂ ഗണ്ണൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അഴിഞ്ഞൊന്നും പോവില്ല. പക്ഷെ അത് നമ്മൾ ഈ ഒരു രീതിക്ക് ജസ്റ്റ് ആ ഒരു ബാക്കിലെ നൂല് ചുറ്റിയെടുത്തല്ലേ, ആ നൂലിന്റെ ഉള്ളിലൂടെയാണ് കേട്ടോ ജസ്റ്റ് ഒരു ഹെയർ ക്ലിപ്പ് അതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ തലയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ സംഭവം അടിപൊളിയാണ് കേട്ടോ. എവിടെ അനങ്ങാണ്ട് അതങ്ങനെ കടന്നോളും. അപ്പൊ അതാ നമ്മുടെ ലോങ് ടൈൽ ഹെയർ ക്ലിപ്പ് ബോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സിമ്പിളാണ്, നമ്മുടെ സ്റ്റിച്ചസ് ഒക്കെ വളരെ സിമ്പിളാണ്. അപ്പൊ ഇതാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ എങ്ങനെയാണ് തലയിൽ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണെന്നും കൂടി ഞാനൊരു ഇമേജ് ആയിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ടൈലും ഈക്വൽ സൈസ് ആണോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ബോ കാണാനും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്യണേ. നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇനി ഇടാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്